ഹായ്, എക്സൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റിലേഷൻഷിപ്പിൽ എല്ലാവർക്കും ഫ്രീഡം വേണം എന്നുള്ളത്. അതായത് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. ഇൻഡിപെൻഡൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മീൻസ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും വേണ്ട, എല്ലാവർക്കും ആവശ്യമുള്ളൊരു സംഭവമാണ്. സോ പലർക്കും അറിയാത്തൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളത്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പലരെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവർ ആ റിലേഷൻഷിപ്പിൽ അവർക്ക് വേണ്ടത്ര ഫ്രീഡം എടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് കൊടുക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അതിൽ ഫ്രീഡം എന്നുള്ളത് മീൻസ് സ്വാതന്ത്ര്യം എന്നുള്ളതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഇത്തരത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം ഫ്രീഡം റിലേഷൻഷിപ്പിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിത്വം നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് അവനായിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരാണ്, നമ്മളുടെ റിയൽ ക്യാരക്ടർ എന്താണ്, നമുക്ക് അതേപോലെ പുറത്ത് കാണിക്കാൻ കഴിയുന്നുള്ളതാണ്. മീൻസ് ഇപ്പം നമ്മൾ ഈ ഒരു ഫ്രീഡം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെപ്പാട് പേടിയാവും. കാരണം എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ ചിന്തകൾ, പേടികൾ നമ്മുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീഡം ഉണ്ട്, നമുക്ക് നമ്മുടെ പേഴ്സണൽ സ്പേസ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലൊന്നും ചെയ്യാനായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്, റിലേഷൻഷിപ്പിലും അത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പേടിയൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ടൊന്നും ഹൈഡ് ചെയ്യേണ്ടതായിട്ട് വരാറില്ല. അപ്പോൾ നമ്മളുടെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഓപ്പണായിട്ട് അവരുടെ മുമ്പിൽ കാണിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് അവിടെ ആക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നമ്മളുടെ റിയൽ ക്യാരക്ടർ, നമ്മളുടെ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് പുറത്ത് കാണിക്കാനായിട്ട് നമുക്ക് കഴിയാറുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വ്യക്തിപരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് സ്വയം മെച്ചപ്പെടുത്തൽ, നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാനായിട്ട് കഴിയുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്തിട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ചിലരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവർക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ആ റിലേഷൻഷിപ്പിലുള്ള, അതായത് ഇവർ സ്നേഹിക്കുന്ന ഒരു പേഴ്സണ് മേ ബി ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഇവരങ്ങനെ പഠിക്കുന്നത് താല്പര്യം ഇല്ലായിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആ ഒരു ആഗ്രഹം വേണ്ട എന്ന് വെക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഉറപ്പായിട്ടും അത് ആ റിലേഷൻഷിപ്പിനെ ബാധിക്കോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. എന്തായാലും അത് ബാധിക്കും എന്നുള്ളതാണ്. അതായത് പിന്നീട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുന്ന സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അടുത്ത്, അതായത് ഇങ്ങനെ ഒരു പ്രണയം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തതെന്നൊരു തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് വരെ ദേഷ്യം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ആ റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ടാവും പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ സ്വാതന്ത്ര്യം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താണ് ആഗ്രഹമുള്ളത് ആ കാര്യം ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കെയർ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് വ്യക്തിപരമായ വളർച്ചയ്ക്ക് പ്രാധാന്യം കൊടുക്കാനും വ്യക്തിപരമായ വളർച്ചയ്ക്ക് പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആരോഗ്യകരമായ ബൗണ്ടറീസ് വെക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബൗണ്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ സ്പേസ് എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ തിരിച്ചും അങ്ങനെ തന്നെ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഫ്രീഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പലരും ചെയ്യുന്ന കാര്യമാണ്, ഇപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നീ അത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോവരുത്, ഇന്ന ഡ്രസ്സ് ഇടരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ നിയന്ത്രണങ്ങൾ വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് പോകാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. സോ ഇതിൽ കയറി ഇടപെടാതിരിക്കാൻ ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ അവർക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ബൗണ്ടറി അതിൻ്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. മീൻസ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ കയറി ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെയാണ് തിരിച്ചും, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവർ നമ്മുടെ കാര്യങ്ങൾ കയറി ഇടപെടാനായിട്ട് വരില്ല. സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നല്ല ആരോഗ്യകരമായിട്ടുള്ള ബൗണ്ടറീസ് വെക്കാനും കൂടി നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതായത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് കാരണമാവുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഈ റിലേഷൻഷിപ്പിലൊക്കെ ചില ആളുകൾ കാണാറുണ്ട്, എന്തെങ്കിലും കാര്യം പറയാൻ ഭയങ്കര പേടിയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ റെസ്പോണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ 100 പ്രാവശ്യം ആലോചിക്കേണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളത്. നമ്മുടെ ഇമോഷൻസ്, നമ്മളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, എല്ലാ കാര്യവും തുറന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു സംശയമോ അവിടെ വരുന്നില്ല
പോകുന്നില്ല എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അവർക്കിടയിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്ത് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. സോ ഇത്തരത്തിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് അത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പരസ്പരം നമ്മുടെ ആശയങ്ങൾ, അതുപോലെ നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത്, നമ്മുടെ ആവശ്യങ്ങൾ, അതുപോലെ നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻസ്, ഇതെല്ലാ കാര്യങ്ങളും യാതൊരു മടിയും കൂടാതെ അവരോട് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. സോ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധം ദൃഢമാവാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നല്ല ആരോഗ്യകരവും സന്തോഷകരവും സംതൃപ്തവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ റിലേഷൻഷിപ്പ് വളരെ വാല്യൂ ആയിട്ട് തോന്നും. അതായത് ഇതിന് ഭയങ്കര വിലയുണ്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എൻ്റെ കൂടെ തന്നെ വേണം, കാരണം ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഇതിൽ എനിക്ക് ഞാനായിട്ട് തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുള്ളതാണ്. സോ ആ റിലേഷൻഷിപ്പിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിലുള്ള ആളോടുള്ള നമ്മുടെ ആ ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢമാവാനായിട്ട് തുടങ്ങും. അതായത് അവരോട് നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നും, ഇഷ്ടം തോന്നും, ആ പേഴ്സൺ തന്നെ നമുക്ക് വേണം തോന്നും, നമ്മുടെ ലൈഫ് ലോങ് ഇവർ വേണം, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എനിക്ക് വേണം, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ പരസ്പരം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആവാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നതാണ്. പക്ഷെ ചിലരൊക്കെ അറിയുമെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യം കൊടുക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, നിങ്ങളെ ഒരു കൂട്ടിൽ ഇങ്ങനെ അടച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക? ആ സെയിം കാര്യം തന്നെയാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും മനുഷ്യരാണ്. നമ്മളെ നുള്ളിക്കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തല്ലിയാലും നുള്ളിയാലും അയാൾക്കും വേദനിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം സന്തോഷം സമാധാനം കിട്ടാനുള്ളതല്ല. രണ്ടുപേരും ഒരേപോലെ സന്തോഷമായിരുന്നാൽ മാത്രമേ അത് മനോഹരമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അതല്ലാതെ നമുക്ക് മാത്രം എല്ലാം കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അത്ര നല്ല കാര്യം ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അയാളെ നമുക്ക് നഷ്ടമാവും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഫ്രീഡം എന്ന് പറയുന്ന സംഭവം ജസ്റ്റ് ഒരു വേർഡ് മാത്രമാണെന്നുണ്ടെങ്കിലും അതിലൊരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഈ ഫ്രീഡത്തിന് ഒരുപാട് വാല്യൂ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടണമെന്ന് വിചാരിക്കുന്ന അതേ കാര്യം നിങ്ങൾ തിരിച്ചു ചെയ്യുക. നിങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തിരിച്ചും അത് തരും എന്നുള്ളതാണ്. സോ മനസ്സിലാക്കുക, സ്വാതന്ത്ര്യം അത് റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അത് കൊടുക്കാൻ മടിക്കാതിരിക്കുക. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടും കിട്ടും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.